എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കന്മാരെയും എല്ലാ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രീമതി ബിന്ദു കൃഷ്ണൻ കെ ഹബീസും അഡ്വക്കേറ്റ് നൗഷാദ് ഉൾപ്പെടെയുള്ളവർ ഈ ജാഥ കുറ്റവിചാരണ ജാഥ നയിക്കുകയാണ്. നമ്മൾക്കറിയാം, ശ്രീ പെരുമാനിൽ സുകുമാരൻ കൊല്ലം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നപ്പോൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ചുവട് പോലും വയ്ക്കുവാൻ അതിനുശേഷം വന്ന മുനിസിപ്പാലിറ്റി ഭരിച്ച ഇടതുപക്ഷത്തിനോ 25 വർഷമായി കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷത്തിനോ നാളിതുവരെയായി സാധിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഉദാഹരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നമ്മളിന്നിവിടെ യോഗം നടത്തുന്ന ഈ ഓപ്പൺ ഓഡിറ്റോറിയം തന്നെയാണ്. മഴ പെയ്താൽ ചോർന്ന് ഒലിക്കും, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഒരാൾക്ക് പോലും കയറാൻ പറ്റത്തില്ല. ദുർഗന്ധം ഭവിക്കുന്ന സാഹചര്യമാണ്. ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നുമായി ഇവിടെ നൂറുകണക്കിന് ആളുകൾ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഇത്രയും ആളുകൾ ഇരിക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം അറിയാം, ഇവിടെയുള്ള ആളുകൾ ഇവിടെ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ്. കൊല്ലം കോർപ്പറേഷൻ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. നോക്കിയാലും 40 വർഷക്കാലമായി വേസ്റ്റ് നിർമ്മാർജ്ജനം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു ചൂട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇതിനെല്ലാം അറുതി വരുത്തണമെന്നുണ്ടെങ്കിൽ UDFന്റെ നേതൃത്വത്തിൽ കൊല്ലത്തോടൊപ്പം കോർപ്പറേഷനായ തൃശ്ശൂരിനെയും കണ്ണൂരിനെയും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് പരിശോധിച്ചാൽ UDFന്റെ നേതൃത്വത്തിൽ അവിടെ കോർപ്പറേഷനുകൾ അധികാരത്തിൽ വന്നതിന്റെ അനന്തര ഫലമാണ് അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ. ഇവിടെ വികസനം നടന്നിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ പോക്കറ്റ് മാത്രമാണ് വികസിപ്പിച്ചിട്ടുള്ളതെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നേരത്തെ സംസാരിച്ച നേതാക്കന്മാരെല്ലാം ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സമൂഹമായ ശ്രീ NK പ്രേമചന്ദ്രൻ അവരുടെ ഈ യോഗത്തിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിൽ ഭാരതവുമായി സ്വാഗതം ചെയ്തുകൊള്ളു. ഈ ജാഥയുടെ സ്ഥിരാംഗങ്ങൾ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ശ്രീ AK ഹബീസ്, ശ്രീ നൗഷാദ് യൂനിസ്, 3 പേരും സുപരിചിതരാണ്. ഒരാൾ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. AK ഹബീസ് INTC ജില്ലാ പ്രസിഡന്റാണ്.
എല്ലാ വീടുകളിലും ഭവന സന്ദർശനം നടത്തി ഈ വിവരങ്ങൾ അറിയിക്കുകയും 5-ാമത്തെ ദിവസം കോർപ്പറേഷൻ വളഞ്ഞ് ഈ കോർപ്പറേഷനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരിപാടികളാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ MP തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം കിട്ടിയ ഒരു അവസരമാണ്, ഞാൻ പറയാതിരിക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട MPC NK പ്രേമചന്ദ്രനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ഞാൻ നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു പ്രസംഗമായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ MP അവിടെ നടത്തിയത്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, യഥാർത്ഥത്തിൽ എന്നെ ആവേശഭരിതനാക്കിയ ഒരു പ്രസംഗമാണ്, മനോഹരമായ ഒരു പ്രസംഗമാണ് MP നടത്തിയത്. അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ പോയാൽ അത് വലിയ തെറ്റായി പോകും. ഞാൻ ഹൃദയപൂർവ്വം ഈ നാടിന് വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി LDF ഇവിടെ ഭരിക്കുക. എന്താണ് ഈ നഗരത്തിന്റെ സ്ഥിതി? 3 പതിറ്റാണ്ട് കാലം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം? ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ വന്നു തുടങ്ങിയ സ്ഥലമാണ് കൊല്ലം നഗരം. എത്രയോ പരിപാടികളിൽ പങ്കെടുത്ത സ്ഥലമാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഈ നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്? എന്തെങ്കിലും ഒരു മാറ്റം? ഒരു കോർപ്പറേഷൻ ഇവിടെ ഉണ്ട്, ഒരു പ്രാദേശിക സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ഒരു നഗരസഭയ്ക്ക് സർക്കാരുമായി ഒരുമിച്ച് ചേർന്ന് ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള ചുമതലയുണ്ട്. നമുക്കറിയാം, നമ്മുടെ തീരപ്രദേശങ്ങൾക്കെല്ലാം ആഴ്ചയിൽ അരമണിക്കൂറാണ് 2 ദിവസം വെള്ളം വരുന്നത്. തീരപ്രദേശത്തെ ജനങ്ങൾക്ക് അവരുടെ കിണറിലും കുളത്തിലും വെള്ളത്തിന് ഉപ്പുമായി ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നത് തീരപ്രദേശത്താണ്. ഈ നഗരത്തിലെ കുടിവെള്ള വിതരണത്തിന് വേണ്ടി ശ്രദ്ധേയമായ ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് മാലിന്യ സംസ്കരണം? സെപ്റ്റിക് ടാങ്ക് മാലിന്യ പ്ലാന്റ്, സംസ്കരണ പ്ലാന്റ് പോലെ അനിശ്ചിതകാലമായി അത് ഇങ്ങനെ തുടരുകയാണ്. ഒരു അവസാനവും ഇല്ലാത്തത്. ഇപ്പം തന്നെ 150 കോടി രൂപ ചെലവഴിച്ച് കഴിഞ്ഞു. 25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സംസ്കരണ പ്ലാന്റുകളിൽ ട്രയൽ റൺ പോയി നടത്താൻ പറ്റിയില്ല. മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഇനി നഗരത്തിൽ നടക്കാവുന്നത്. അഷ്ടമുടിക്കായലാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രം. എല്ലാ മാലിന്യങ്ങളും കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന അഷ്ടമുടിക്കായലിലേക്കാണ്. ഇവിടുന്ന് കുടിവെള്ളം ഉണ്ടാകേണ്ട സ്ഥലമാണ് അല്ലേ? അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. സ്ലോട്ടർ ഹൗസ് അടഞ്ഞുകിടക്കുകയാണ്. പൊതു ശ്മശാനങ്ങൾ അവതാരത്തിലാണ്. എല്ലാ രംഗത്തും വലിയ തകർച്ചയാണ്. ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും ഇല്ലാത്ത സ്ഥലമാണ്. ആരോഗ്യ രംഗത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്ന നഗരസഭയാണ്. ഒരു കുറ്റപത്രം, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. ഒരു കുറ്റപത്രം എന്ന് പറഞ്ഞാൽ വളരെ വിശദമായ ഒരു ഡോക്യുമെന്റ് തന്നെ ഈ 3 ദശാബ്ദക്കാലത്തെ ഈ നഗരസഭാ ഭരണത്തിനെതിരായി കൊടുക്കാൻ നമുക്ക് വേണ്ടത് എന്താ? ഒരു മാറ്റം വേണ്ടേ? കൊല്ലം നഗരത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലൂടെ നടപ്പാക്കിയത്. ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങൾക്കറിയാം, 2026 നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു നഗരസഭയാണ് ഈ നഗരത്തിലുള്ളതെങ്കിൽ ആ നഗരത്തിൽ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും. ഈ നഗരത്തിലെ മുൻഗണനാടിസ്ഥാനത്തിൽ ഈ നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയബന്ധിതമായ പദ്ധതികൾ ഉണ്ടാകും. ഞങ്ങൾ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF അധികാരത്തിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത്, ഏതെല്ലാം കാര്യങ്ങളായിരിക്കും സമയബന്ധിതമായി തീർക്കുന്നത് എന്ന് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ ഒരു മാനിഫെസ്റ്റോ, വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മാനിഫെസ്റ്റോ അല്ല, വിശ്വാസ്യതയുള്ള ഒരു 3 ദശാബ്ദക്കാലത്തെ ദുർഭരണത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിന്, മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള
വലിയ പോരാട്ടത്തിന് UDF തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് വിനയപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊടിയ അഴിമതിയാണ്, പിൻവാതിൽ നിയമനമാണ്. ഫെസ്റ്റിവൽ നടത്തും, ആ കൊല്ലത്ത് ഫെസ്റ്റിവൽ നടത്തും. ഫെസ്റ്റിവൽ നടത്തിയപ്പോ ഒരിക്കൽ ഓഡിറ്റിംഗ് നടത്തും. ഓഡിറ്റിംഗ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് ആണ് നടത്തിയപ്പോൾ ഒരു കുതിരയെ കൊണ്ടുവന്നിരിക്കുന്നു ഫെസ്റ്റിവൽ, ഒരു വാഹനത്തിന്റെ ചെലവ് എഴുതിയിരുന്നില്ല. അപ്പൊ ഓടിക്കാര് ഈ വാഹനത്തിന്റെ നമ്പർ എന്തിനകത്ത് വൗച്ചറിൽ അത് വെച്ച് അന്വേഷണം നടത്തി. നോക്കിക്കൊണ്ടപ്പോ കുതിരയെ കൊണ്ടുവന്ന വാഹനം മാരുതി കാറാണ്. സ്കൂട്ടറല്ല, മാരുതി കാറാണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗിന്റെ മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന മഹാമാരാണ്. തട്ടിപ്പാണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗിന്റെ ഓഡിറ്റ് ഒബ്ജക്ഷനുള്ളതാണ്. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്നു. ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന മഹാന്മാരാണ് ഇവിടെ ഭരിച്ചത്. കൊടിയ അഴിമതിയാണ്. ഫെസ്റ്റിവലില്ല, ഞങ്ങളാരും പറഞ്ഞല്ല, പ്രതിപക്ഷ ആരോപണമല്ല, ഓഡിറ്റ് ഒബ്ജക്ഷനാണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ, പ്രാദേശിക സർക്കാരുകളെ ഓഡിറ്റ് ചെയ്യാനുള്ള ലോക്കൽ ഫണ്ടിന്റെ ഓഡിറ്റിംഗ്, അതിന്റെ നിയമസഭാ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന പരാതിയാണ്. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? അത്രയും വലിയ തട്ടിപ്പ് നടത്തിയ വീരന്മാരാണ് ഈ നഗരത്തിലുള്ളത്. നമുക്കറിയാം, അധികാര വികേന്ദ്രീകരണം എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഫലപ്രദമായി നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് അധികാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, പ്രാദേശിക സർക്കാരുകൾക്ക് അധികാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഈ LDF ഗവൺമെന്റ് ആണ് അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ നടപ്പിലാക്കിയതിനു ശേഷം പ്രാദേശിക സർക്കാരുകളെ ഇതുപോലെ കരുത്തിലേക്ക് വന്നൊരു ഗവൺമെന്റ് പറയുന്നത്. എല്ലാ സ്ഥലത്തും കൃത്യമായി പണം കൊടുക്കാതെ അവർ ചെയ്യുന്നത് കണ്ടാൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഒരു കാലത്ത് ചെയ്തിട്ടില്ല. UDF അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിൽ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ ഒന്നിനും കൊള്ളരുതാത്ത സെക്രട്ടറിമാരായി, അല്ലെങ്കിൽ അഴിമതിക്കാരായ ആളുകളായി, അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാത്ത ആളുകളായി. ഈ നല്ല സെക്രട്ടറി വന്നാൽ അപ്പൊ 3 മാസത്തിലേക്കും ട്രാൻസ്ഫർ. UDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഈ ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായ ട്രാൻസ്ഫറാണ്. അവരെ നിലനിർത്താൻ സമ്മതിക്കില്ല. അവിടെ ശക്തമായ സമ്മർദ്ദം ചെലുത്തി പല യൂണിയനുകളാണ്. CPM-ന് നേതൃത്വമുള്ള പല യൂണിയനുകളുമാണ് ഈ പ്രാദേശിക സർക്കാരുകളെ ഭരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഏറ്റവും അവതാളത്തിലായിരിക്കുക. നമുക്കറിയാം, ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ജനങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു, എന്തൊരു പ്രതിസന്ധിയാണ് ആയിരിക്കുന്നത്. എല്ലാത്തിനും ഒന്നാം സ്ഥാനം എന്ന് പറയാം. യഥാർത്ഥത്തിൽ കേരളത്തിന് ഒന്നാം സ്ഥാനം ഏതിനാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. ഒന്നാം സ്ഥാനം കഴിഞ്ഞ 9 മാസമായി ആ ഒന്നാം സ്ഥാനത്ത് കേരളം തുടരുകയാണ്. സ്വാഭാവികമായ വിലക്കയറ്റമുണ്ട്, കൃത്രിമമായ വിലക്കയറ്റമുണ്ട്. 4 കൊല്ലം മുമ്പ് വെളിച്ചെണ്ണയുടെ വില 1 കിലോയ്ക്ക് 120 രൂപയായി. ഇപ്പൊ അത് 450 രൂപയുടെ മീതെ പോയി അല്ലേ? പരിപ്പിന്, കടുകിന്, മുളകിന്, എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു. പച്ചക്കറിക്ക് വില വർദ്ധിച്ചു. 150% മുതൽ 200% വരെയാണ് വില വർധനവ്. ഇവിടെ വീട്ടമ്മമാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കണക്കെഴുതുന്ന ആളുകളല്ലേ? കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ മാസത്തിൽ ഒരു ഇടത്തരം കുടുംബത്തിന്റെ, വലിയ സമ്പന്ന കുടുംബത്തിന്റെ അല്ല, ഇടത്തരം കുടുംബത്തിന്റെ ഒരു മാസ ചെലവ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. ഈ വർഷം 1 വർഷം കഴിഞ്ഞപ്പോൾ, ഒക്ടോബർ ആയപ്പോൾ, ഒരു ഇടത്തരം കുടുംബത്തിന്റെ ചെലവ് വർദ്ധിച്ചിരിക്കുന്നത് 15,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ്. ശരിയാണ്. 3 പ്രാവശ്യമാണ് വൈദ്യുതി ചാർജ് കൂട്ടിയത്. 3ാമത്തെ പ്രാവശ്യം കൂട്ടിയപ്പോ വീണ്ടും എഴുതി കൊടുത്തിരിക്കുകയാണ്, വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടാൻ. മാർക്കറ്റിൽ ഇടപെടുന്നില്ല. വിലക്കയറ്റം തടയാൻ ഇടപെടേണ്ടത് സപ്ലൈകോയാണ്, മാവേലി സ്റ്റോറാണ്. മാവേലി സ്റ്റോറിൽ നിത്യോപയോഗ സാധനങ്ങളില്ല, സബ്സിഡി കൊടുക്കേണ്ട ഐറ്റമില്ല. ഉണ്ടോ? കാരണം എന്താ? സപ്ലൈകോയിലെ വിതരണക്കാർക്ക് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ്.
കഴിഞ്ഞ ക്രിസ്മസിൽ ഞാനൊരു ട്രോളിലുണ്ട്, ഭയങ്കര രസകരമായിരുന്നു. ബിവറേജ് കോർപ്പറേഷൻ്റെ ഒരു അലമാര മറ്റത് ഫുള്ള് നടന്നിരിക്കുകയാണ്, എല്ലായിടത്തും ഉണ്ട് ഫുൾ. അതിൻ്റെ തൊട്ട് താഴെ മാവേലി സ്റ്റോറിൻ്റെ അലമാര ഒരു കുന്തമില്ല, ഒരു സാധനയും. അതല്ലേ നടക്കുന്നത്. മാവേലി സ്റ്റോറിൽ ഷോപ്പിംഗ് ജീപ്പും കണ്ണാടിയുണ്ട്, പക്ഷെ 13 നിത്യോപയോഗ സാധനങ്ങളുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കേണ്ട ഒരു ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെട്ട് മാർക്കറ്റിനെ നിയന്ത്രിക്കേണ്ടത് അതൊന്നുമില്ല, ഒരു സാധനമില്ല. സപ്ലൈകോ കൂട്ടാറായി. ഇനി ആശുപത്രികളിൽ മരുന്നില്ല. കാരണം മരുന്ന് മേടിക്കുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആയിരക്കണക്കിന് കോടി രൂപയാണ് മരുന്ന് വിതരണ കമ്പനികൾ കൊടുക്കാനുള്ളത്. അപ്പൊ മന്ത്രി പറയും ശസ്ത്രക്രിയ തുടങ്ങി, ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ചെയ്യുന്ന കമ്പനികൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പൈസ തന്നില്ലെങ്കിൽ സാധനങ്ങൾ മുഴുവൻ അവർ എടുത്തുകൊണ്ട് പോകണം. ആശുപത്രി വിതരണം ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ കട്ടകൾ മേടിക്കണം, നൂല് മേടിക്കണം, സൂചി മേടിക്കണം, മരുന്ന് മേടിക്കണം. ആലപ്പുഴയിൽ ചെന്നപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരാളോട് എന്റെ സ്നേഹിതനാണ് പറഞ്ഞു, പഞ്ഞിക്കുടി മേടിച്ചുകൊണ്ടല്ലോ ഇവിടെ പഞ്ഞിയില്ല മെഡിക്കൽ കോളേജിൽ. ആ സ്ഥിതിയിലാക്കി കേരളത്തിലെ ആശുപത്രികളെ മുഴുവൻ. കേരളത്തിലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നാണം കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. അതിനകത്ത് നാണം കെട്ട് എന്തൊരു നാണക്കേടാണ്. രാജൻ വീരോടുകൂടി വാദിക്കുമ്പോ മുഖ്യമന്ത്രി മിണ്ടായി 14-ാം തീയതി ഒപ്പിട്ടു, 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ മുൻപില്ല. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഏത് സീറ്റിൽ ഇതാണ് സ്ഥിതി. ഇത് ആരും അറിഞ്ഞിട്ടില്ല, പാർട്ടി അറിഞ്ഞിട്ടില്ല, മുന്നണി അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല, പോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല, ബേബി അറിഞ്ഞില്ല, കുഞ്ഞു അറിഞ്ഞില്ല. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതൊക്കെ കാര്യം മാത്രം. എന്ത് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ അമിത്ഷാ അങ്ങയുടെ മീതെ നടത്തിയത്? ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. അതൊന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറഞ്ഞാൽ മതി. കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, കേരളത്തിലെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഒപ്പിട്ടെന്ന് പറയുന്നത്. ഏത് കുട്ടികളെ രക്ഷിക്കാനാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ആരുടെ കുട്ടികളെ രക്ഷിക്കാനാണ് എന്ന് മാത്രം മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. എപ്പോൾ ക്ലിയർ ആവും, കാര്യങ്ങൾ ക്ലിയർ ആവും, ഒരു പ്രശ്നമില്ല. എന്തായിരുന്നു ഈ 26-ലെ തോൽവി? ആദ്യം തിരിച്ചറിഞ്ഞത് അവർ തന്നെയാണ്. അതിന്റെ വിഭ്രാന്തിയാണ് ഇപ്പൊ കാണിക്കുന്നത്, മുഴുവൻ വിഭ്രാന്തി. ദൈവമേ, ശബരിമലയിലേക്ക് ഒരു പോക്ക് പോയി പിണറായിക്ക്. ആഗോള അയ്യപ്പ സംഗമം, എന്തൊരു ഭക്തിയായിരുന്നു നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഓർമ്മയിൽ കൊണ്ടുപോയി ആ ഭക്തി കണ്ടിട്ട്. പിന്നെ നമ്മളോട് പറയാണ്, ഭക്തരായ നമ്മളോട്, ശബരിമല പോലെ നമ്മളോട് പറയാം തത്വമസി, അത് നീ തന്നെയാകുന്നു എന്ന് പറയാം. ഞാൻ തമാശ പറഞ്ഞു, ഈ എഴുതി കൊടുത്ത ആൾക്കും അറിയില്ല, വായിച്ച് പുള്ളിക്കും അറിയില്ല. ശബരിമല പോയാലേ അറിയുള്ളൂ. ഞാൻ ഇന്നലെ 12 വെച്ച് പറഞ്ഞു, ഈ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഭക്തജനങ്ങൾ വരും ശബരിമലയിൽ. ഇത് കയറാൻ കഠിനമാണല്ലോ. അവർ പണ്ടുണ്ടാക്കിയൊരു ശരണമലയാണ് ഇത് കയറാൻ. അതായത് കല്ലും മുള്ളുമാണ് ശബരിമലയിലേക്കുള്ള പാത മുഴുവൻ. കല്ലും മുള്ളും കാലത്ത് മെത്ത. അതായത് അയ്യപ്പന്റെ അനുഗ്രഹം ഉള്ളിൽ നിറയുമ്പോൾ നമുക്ക് കല്ലുമുള്ളും കൊണ്ട് കാല് കയറിപ്പോയില്ലേ? കല്ലും മുള്ളും നമുക്ക് അറിയില്ല. നമ്മൾ ഭക്തി നിറയുമ്പോൾ നമ്മുടെ മെത്തയായി, നമ്മുടെ കാലിന് മെത്തയായി കല്ലും മുള്ളും മാറും. അതൊരു എന്താ പറയുക, വിശ്വാസം കൊണ്ടുള്ള ശരണമലയാണ്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത ആൾക്ക് തെറ്റുപറ്റിയതാണോ, മുഖ്യമന്ത്രി വായിച്ചപ്പോ തെറ്റാണെന്നറിയില്ല. മുഖ്യമന്ത്രി എന്താ പറയുക, കല്ലും മുള്ളും കാലിൽ കുത്താണ്. അപ്പൊ ഞാൻ അത് ഏത് കുത്താണ്? കാലിൽ കുത്താം. ഈ അയ്യപ്പനെ പറ്റിക്കാൻ പോയതാ. അയ്യപ്പനെ അറിയാൻ പോകാണ്ടാണ് പിണറായി വിജയൻ. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് അയ്യപ്പനൊരു പണി കൊടുക്കും. എന്താണ് എന്താ സ്ഥിതി? ശബരിമലയിലെ എന്താ പത്രത്തിൽ വന്നെന്താ, നൊബേൽ സമ്മാനം കൊടുക്കേണ്ട സർക്കാരാണ്. എന്താ സ്വർണം ചെമ്പാക്കി മാറ്റിയ രസതന്ത്രം കണ്ടുപിടിച്ചാണ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ് പിണറായി വിജയൻ കൊടുക്കേണ്ടത് സർക്കാരിന്. സ്വർണം ചെമ്പാക്കി മാറ്റി. ഇപ്പൊ കണ്ടുപിടിച്ച് വന്നപ്പോഴെന്താ, 2019 അയ്യപ്പന് നേരത്തെ 20 കൊല്ലം മുമ്പ് 30 കിലോ സ്വർണം കൊടുത്താണ് അവിടെ. അത് കഥകിൽ പൂശി, കട്ട്ലയിൽ പൂശി, ദ്വാരപാലകാസിൽ എത്താൻ വേണ്ടി ഒറിജിനൽ അല്ല എത്തിയത്. 40 ദിവസം പിടിച്ചു. ഇവിടുന്ന് ചെന്നൈയിലെത്താൻ ഭയങ്കര പാടാണ്. അതിന്റെ ഇടയിൽ വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പുപാല. അതാണ് ചെന്നൈയിൽ എത്തിച്ചത്. ഇതെന്ത് ചെയ്തു? ഒറിജിനൽ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു. അയ്യപ്പന്റെ
കട്ട്ളയിലെ സ്വർണം മാറ്റി, കഥകിലെ സ്വർണം മാറ്റി, ദ്വാരപാലക ശില്പം വിറ്റു. കോടതി പറയുന്നത് നമ്മൾ പറഞ്ഞതല്ല, പ്രതിപക്ഷമല്ല, ഇതെല്ലാം ഇപ്പോഴത്തെ ഭരണം. അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അറിയാം. ഞാൻ അതുകൊണ്ടാണ് കടാമ്പല സുരേന്ദ്രനെ ചോദിച്ചത്, 7 കോടീശ്വരനാണ് കൊടുത്തതെന്ന് ചോദിച്ചത്. അറിയാവുന്നവരുടെ തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ, അറിയാവുന്നവർ തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. അത് പറയല്ല ആർക്കാണ്. ഇപ്പോൾ ഒരാളെ ഒരു കോടീശ്വരനെ പിടിച്ചു, അവിടെയാണ് നല്ലത്, വേറെ സ്ഥലത്തൊക്കെയാണ് വിറ്റിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർക്കറിയാം, ഇപ്പോഴത്തെ ഭരണസമിതിക്ക് അറിയായിരുന്നു. ആരും അറിഞ്ഞു, ആരോടും പറഞ്ഞില്ല. ഇപ്പൊ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് കൊണ്ടുപോയി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി അന്ന് കേസെടുത്താൽ പോരായിരുന്നു. അത് എടുത്തില്ല. കാരണം എന്താ, പോറ്റി കുടുങ്ങിയാൽ ഇവരൊക്കെ കുടുങ്ങും, ഈ കള്ളന്മാരൊക്കെ കുടുങ്ങും. അതുകൊണ്ട് മിണ്ടാതെ നിന്നപ്പോഴാണ് വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു തോന്നൽ. ആരും അറിഞ്ഞിട്ടില്ല. ശരിക്കും ഒരു കള്ളം കയറി ഒരു വീട്ടിൽ കയറി ഒരു 50 പവൻ കിട്ടുന്നു. ആരും അറിഞ്ഞില്ല, കള്ളനെ പിടിക്കില്ല, കള്ളൻ ഇത് അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള കള്ളന്മാർ കൊണ്ടുവരാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ കള്ളൻ എന്താ ചെയ്യണം? അടുത്ത വീട്ടിൽ കയറും, ഇല്ലേ? പറ്റില്ല, ആ വീട്ടിൽ തന്നെ കയറാൻ നോക്കാം, വല്ലതും ഉണ്ടെങ്കിൽ. അതുപോലെ ഇതെല്ലാം അറിയാവുന്നവർ നാട്ടിലാരും അറിഞ്ഞിട്ടില്ല എന്ന് കരുതി 2025 ഒന്നും കൂടി പൂശാൻ ആഗ്രഹം. മനസ്സിലായിക്കോ? 2019 പൂശിയ സാധനം 2025 ഒന്നും കൂടി പൂശണം. കാരണം നേരത്തെ കിട്ടിയ തുക 40 കൊല്ലത്തെ വാറന്റിയാ. നേരത്തെ കിട്ടിയ തുകയുടെ വലിപ്പം അറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ ഒന്നും കൂടി പൂശണം. അപ്പൊ തിരുവാഭരണം കമ്മീഷൻ പറഞ്ഞു അത് പുറത്തേക്ക് കൊണ്ടുപോകണ്ട, അങ്ങോട്ട് മദ്രാസിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് തന്നെ ചെയ്താൽ മതി. കോടതി ചോദിക്കാണ്, ഒരാഴ്ചയ്ക്കും തിരുവാഭരണം കമ്മീഷൻ മലക്കം പറഞ്ഞു. അതെന്താ കാര്യം എന്താ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടിട്ട് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം. കാരണം പോറ്റിക്ക് കൊടുത്താലേ ഇത് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ, ഷെയർ കിട്ടുള്ളൂ. 2025 ഇതെല്ലാം കൊണ്ടുവരുന്നെങ്കിൽ, ഇപ്രാവശ്യം പോറ്റി വന്നിരുന്നെങ്കിൽ ഭാഗ്യത്തിൽ കോടതി ഇടപെട്ടതുകൊണ്ടാ. ഇല്ലെങ്കിൽ കഥക് പോയി, കട്ട്ളം പോയി, ദ്വാരപാലക ശില്പം പോയി, അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും കൂടി അടിച്ചിട്ട് പോയി. അതായിരുന്നു നോട്ടം. അയ്യപ്പനത് മനസ്സിലായി. അതുകൊണ്ട് തങ്ക വിഗ്രഹം അവിടെ തന്നെയുണ്ട്. അമ്പലം വിളികളല്ലേ ഇവര്, അമ്പലം വിളികൾ. ഇതേ ഉദ്യോഗസ്ഥന്മാര് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയി, അവിടെ ചെന്നിട്ട് രുദ്രാക്ഷമാല സ്വർണ്ണം കെട്ടി തടിച്ചു മാറ്റി. പിന്നെ ഏതൊരു പുന്നാനുണ്ട്, ഏറ്റുമാനൂർ മഹാദേവന്റെ, അതിന് പുറത്ത് വെച്ച് ഇതുപോലെ പുറത്തേക്ക് കൊണ്ടുപോകാൻ. ഈ ശബരിമലയിൽ സീസണിൽ മാത്രമേ ആളുകൾ ഉണ്ടാവുള്ളൂ. ഏറ്റുമാനൂർ അതല്ല, നാട്ടുമ്പുറമാണ് അല്ലേ, ടൗണാണ്. അവിടെ ആളുകൾ ഭക്തന്മാരും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏഴര പൊന്നാനെ രക്ഷപ്പെട്ടു. അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് പോലെ തന്നെ സമാന സാഹചര്യമാണ് കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടണത്തിൽ നിലവിലുള്ളത്. സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ അക്കമിട്ട് നിലനിൽക്കൊണ്ട് കൊല്ലം നഗരത്തിന്റെ ശോച്യാവസ്ഥയെ സംബന്ധിച്ച് സമഗ്രമായി പ്രതിപാദിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ 24 അധികാരത്തിൽ വരുമ്പോ ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ കൊല്ലത്ത് നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മേയർ ഉണ്ടാകുമെന്ന് മുൻകൂറായി തന്നെ സൂചിപ്പിക്കാൻ, ഉറപ്പു നൽകാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് സംസ്ഥാനത്തെ ഒരു കാര്യം പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനോടൊപ്പം കോർപ്പറേഷനായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് കണ്ണൂരും അതുപോലെ തൃശ്ശൂരും. എന്നാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, സ്വാഗത പ്രസംഗത്തിൽ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, കണ്ണൂർ ഡീലക്സ് സിനിമയിൽ എത്രയോ ദശാബ്ദങ്ങൾക്കപ്പുറത്ത് അന്ന് ഉണ്ടായിരുന്ന, അന്ന് പ്രധാനം കൊല്ലം നഗരമായിരുന്നു. ആ കൊല്ലം നഗരത്തിന് ഘടനാപരമായ ഒരു മാറ്റം, ഗുണപരമായ ഒരു വികസനം, ഏതെങ്കിലും ജനപ്രിയ ക്ഷേമ പദ്ധതി ഏതെങ്കിലും ആവശ്യത്തിൽ നടപ്പാക്കാൻ 30 വർഷത്തെ LDFന്റെ ഭരണത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ ജനങ്ങളോട് പറയണം. ഉദ്ഘാടനം ചെയ്യുന്ന കുറ്റപത്ര സമർപ്പണ സംഗമം കൊല്ലം കോർപ്പറേഷൻ മന്ദിരത്തിൽ നടക്കും. അത് കഴിഞ്ഞാൽ നേരെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ്. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് കോർപ്പറേഷൻ
ഇതായിരുന്നു 30 വർഷം കൊല്ലം നഗരത്തിൽ സംഭാവന ചെയ്തത്. അതോടൊപ്പം ഈ കളം ശബരിമലയിലെ കാര്യം സൂചിപ്പിച്ചു. ഞാൻ വളരെ രസകരമായ ഒരു കാര്യം മാത്രം പറഞ്ഞുപോയി. അദ്ദേഹം നടത്തിയ പ്രസംഗം ഇപ്പോൾ വൈറലായി. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇനി മുതൽ DYFI SFI സഖാക്കൾ സമരത്തിന് പോകുമ്പോൾ പാൻസ് ഉപേക്ഷിച്ച് മുണ്ടുടുത്തുകൊണ്ട് വേണം പോകാൻ. കാരണം ഏതെങ്കിലും കാരണവശാൽ മുണ്ട് മടക്കി കുത്തേണ്ടി വന്നാൽ, ഏതെങ്കിലും സമരമുഖത്താണല്ലോ, ഏതെങ്കിലും കാരണവശാൽ മുണ്ട് മടക്കി കുത്തേണ്ടി വന്നാൽ അടിയിലുള്ള കാവി കളഭം ജനങ്ങൾ കാണും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി മുണ്ടെടുത്തുകൊണ്ട് മാത്രമേ മുണ്ടെടുത്തുകൊണ്ട് പോകരുത് എന്ന നിർദ്ദേശമാണ്. ഞാൻ പറഞ്ഞതല്ല, RYF-ഉം RSP കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജേക്കബും കേരള കോൺഗ്രസ് ജോസഫും അല്ലെങ്കിൽ CFP ഫോർവേഡ് ബ്ലോക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന രാജൻമാരുടെ നേതൃത്വത്തിലുള്ള JSS പറഞ്ഞത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനം പറയുന്നു, നിങ്ങൾ സമരമുഖങ്ങളിൽ കൊണ്ട് നടത്തിക്കൂട്ടരുത്. നടത്തിക്കുത്തിയാൽ നിങ്ങളുടെ അടിവസ്ത്രം കാവി കളപ്പാണ്, ജനങ്ങൾ കാണും, നിങ്ങളെ തിരിച്ചറിയുമെന്ന് ഈ ഭരണകക്ഷിയുടെ യുവജന സംഘടനയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പരസ്യമായി ആക്ഷേപിക്കുന്നു. ഇതെന്ത് ഗവൺമെന്റ്? ജനങ്ങളുടെ മുഴുവൻ ദിനപത്രങ്ങളിൽ, ഒരു ദിനപത്രം ദേശാഭിമാനി ഒഴികെയുള്ള മുഴുവൻ ദിനപത്രങ്ങളും പ്രതിപക്ഷത്തെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്ന ദിനപത്രങ്ങൾ അടക്കം എഴുതുന്നു. ഇതെന്ത് ഗവൺമെന്റ്? ചോദിക്കുന്നതാരെ ഗവൺമെന്റിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ CPയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു, ഇതൊരു LDF ഗവൺമെന്റ് അല്ല. LDF ഗവൺമെന്റ് ഇങ്ങനെയാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ബിനോയ് വിശ്വം ഞങ്ങൾ 2016 ആ മുന്നണിയോടുള്ള പറഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മതേതരതയുടെ ഭാഗമായി മാറിയത്. അതുകൊണ്ട് കേരളം അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഇന്ന് കേരളത്തിൽ നിരവധി കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ ഒന്നും ഞങ്ങൾ ഈ അവസരത്തിൽ വിശദീകരിക്കുന്നില്ല, അച്ചാരം വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പകരം മൂന്നാമത്തെ പിണറായി വിജയൻ ഭരണത്തിന് തുടർഭരണത്തിനുള്ള അവസരം ഒരുക്കാൻ 5 or 10 സീറ്റുകളിൽ ധാരണ നടത്തിക്കൊണ്ട് ഒരു വലിയ ഡീൽ, ആ ഡീലായിരുന്നു അമിത്ഷായുടെ വസതിയിലെത്തിയത്. അതുകൊണ്ട് ആ അവിഹിതമായിട്ടുള്ള രാഷ്ട്രീയ ഭാഗവത്തെ തുറന്നു കാണിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ അവിഹിതമായ അലിഖിതമായ ഈ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ ഐക്യത്തെ തുറന്നു കാണിച്ച് മതേതര ജനാധിപത്യ ശൈലിയിലുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, കൊല്ലം കോർപ്പറേഷൻ അടക്കമുള്ള സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകളിൽ വീറോടെ വാശിയോടെ എല്ലാ അഭിപ്രായ വൈചാത്ര്യവും മറന്ന് എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു മനസ്സോടെ 2025 നമ്മുടെ മിഷൻ കൊല്ലം കോർപ്പറേഷൻ, 2026 നമ്മുടെ കേരളത്തിൽ UDF ഗവൺമെന്റ്, സംസ്ഥാനത്തെ ഗവൺമെന്റ് ഈ രണ്ട് ദൗത്യം സാക്ഷാത്കരിക്കുന്നതിന് ഈ ഗ്രാമയും പ്രവർത്തനങ്ങളും സഹായകരമായി തീരുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ പ്രൗഢോജ്വലമായ സ്വീകരണത്തിന് പ്രത്യേകിച്ചും നമ്മുടെ ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേർന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഞാൻ പറയേണ്ട കാര്യങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിരന്തരം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണിക്ക് മനോത്സവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ നിരന്തരമായ കടമാക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക കേരളത്തിന്റെ കരുത്തനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ കിക്ക് ഓഫ്, ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ പ്രഥമോദ്ഘാടനത്തിൽ തുടക്കം കുറിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ വർദ്ധിതമായ ആവേശത്തോടുകൂടി ഇത് സമാപിക്കുമ്പോൾ ശക്തിയുള്ളവരെ 30 സമാപിക്കുമ്പോൾ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 29-ാം തീയതി കൊല്ലത്ത് വാടിക്കടപ്പുറത്ത് ഈ ജാഥ സമാപിക്കുമ്പോൾ RSPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി
എങ്കിലും ഇത്രയും പറഞ്ഞതിന്റെ കാര്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജാഥയും തുടർ പ്രചരണ പരിപാടികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും എന്ന ഗൗരവത്തോടുകൂടി നമ്മുടെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യത്തെ കാണണം, അതിനായി പ്രവർത്തിക്കണം എന്ന് നിലയപരിശോധന അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയിൽ സ്ഥിരാംഗമായി 4 ദിവസം ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ സമുദായിട്ടുള്ള നേതാവ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ, INTUC-യുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്, കോർപ്പറേഷന്റെ മുൻ പാർലമെന്ററി പാർട്ടി നേതാവ്, UDF-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള ജാഥയിലെ സ്ഥിരാംഗം ബഹുമാനപ്പെട്ട ശ്രീ AK ഹഫീസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട യൂനുസ് സാഹിബിന്റെ പ്രിയപ്പെട്ട മകൻ പ്രിയപ്പെട്ട ജനാബ് നൗഷാദ് യൂനസ്, അതുപോലെ വിവിധ ഘടക പാർട്ടികളെ കേരള കോൺഗ്രസ് ജേക്കബ്, കേരള കോൺഗ്രസ് ജോസഫ്,